മക്കളെ നിങ്ങൾ എന്തായി ആലോചിച്ചിരിക്കണേ? വേഗം ഫുഡ് കഴിക്കുക, എന്നിട്ട് റെഡിയാക്കുക, സ്കൂൾ ബസ് വരൂലേ. എല്ലാവർക്കും ഉള്ള ലഞ്ച് ബോക്സ് ഉണ്ട്. എല്ലാ ദിവസത്തെയും പോലെ തിരികെ കൊണ്ടുവരല്ലേ, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കണതാ. നിങ്ങൾ വേഗം കഴിക്കുക, ഞാൻ ബാക്കി പാത്രമൊക്കെ കഴുകട്ടെ, എന്നിട്ട് എനിക്ക് കടയിൽ പോകാനുള്ളതാ. എന്താ എല്ലാരും ആലോചിച്ചിരിക്കണേ? അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? എല്ലാരും വേഗം ഭക്ഷണം കഴിക്കേ. എനിക്ക് തിന്നാൻ പറ്റണില്ല ചേച്ചി, തൊണ്ടേന്ന് ഇറങ്ങണില്ല. എത്ര ദിവസമായി അമ്മ ആട്ടെ എന്നിട്ട് തിന്നാം. അമ്മ എന്താ വരാത്ത ചേച്ചി? ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ കഴിക്ക്, അമ്മ വരും, കുറച്ച് ദിവസം കഴിയുമ്പോ വരും. ഇപ്പൊ കഴിക്കേ. ഇപ്പൊ എത്ര ദിവസമായി? ഞങ്ങൾക്കറിയാം അമ്മ ഇനി വരൂല. ആര് പറഞ്ഞു കുണുക്കനോട്? കുണുക്കൻ കഴിക്കുക, അങ്ങനെയൊന്നും പറയണ്ട. അമ്മ വാരി തന്നാ മതി. ഇങ്ങ് കൊണ്ടുവാ, കുണിക്ക് ചേച്ചി വാരിത്തരാം കേട്ടോ. ഇപ്പൊ കഴിക്കേ, കുണുക്കനും ഇങ്ങുവാ, രണ്ടുപേർക്ക് ഞാൻ വാരിത്തരാം. നിങ്ങൾ വെറുതെ അച്ഛനെ വിഷമിപ്പിക്കല്ലേ, എന്നിട്ട് നമുക്ക് പഠിക്കാൻ പോകണ്ടേ. മാധവ. ആ അമ്മയോ? അയ്യോ, കുട്ടികൾ ഇപ്പൊ അങ്ങോട്ട് സ്കൂൾ ബസ്സിൽ കയറി പോയതേ ഉള്ളല്ലോ. അമ്മക്ക് നേരത്തെ വരായിരുന്നില്ലേ? സമയം ഇത്രയല്ലോ, നീ ഇതുവരെ കടയിൽ പോയില്ലേ? അത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, ഞാൻ അതും കൂടി കഴുകിയിട്ട് പോകാന്ന് കരുതി. നിത്യ 10-ലല്ലേ, അവള് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും പഠിക്കാനുള്ള സമയം മുഴുവൻ പോകും. ഞാൻ ദേ കടയിൽ പോകാൻ ഇറങ്ങുക. അല്ല, അമ്മ ഇവിടെ ഒറ്റക്ക് നിൽക്കുവോ? എനിക്കിതൊന്നും കാണാൻ വയ്യ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് സമയമില്ല, എനിക്ക് കടയിൽ പോകണം. ഓ, രാവിലെ 8 മണിക്ക് കട തുറന്നിരുന്ന നീയല്ലേ? സമയം ഇപ്പൊ 10 മണിയായി. ഇപ്പൊ കട തുറന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോ നീ തിരിച്ചും വരില്ലേ? എന്ത് കച്ചവടം കിട്ടാനാ? നിനക്ക് ജീവിക്കണ്ടേ, കുട്ടികളെ പഠിപ്പിക്കണ്ടേ? ഇങ്ങനെ കട തുറന്നിട്ട് കാര്യമുണ്ടോ? എല്ലാ കച്ചവടം മതി, കുട്ടികളെ എനിക്ക് നോക്കണ്ടേമേ, ഞാൻ എന്ത് ചെയ്യാനാ? എടാ, അതാ ഞാൻ പറഞ്ഞത്. വേണ്ട, വേറെ കല്യാണം കഴിക്കുന്ന കാര്യമല്ലേ, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ ദേ കടയിലേക്ക് പോകുക. വേറെ എന്തെങ്കിലും അമ്മക്ക് പറയാനുണ്ടോ? എന്റെ മോൻ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഗീത കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഞാൻ ചെയ്യുമ്പോഴാണോ കുഴപ്പം? ശരി, നീ പോയിക്കോ. ഞാൻ ഗീതയുടെ അമ്മേനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ നിന്നോളാം. അതെന്താ എന്ത് പറയാൻ വേണ്ടിട്ടാ? അതൊക്കെ ഉണ്ട്, നീ സമയം കളയാതെ കടയിലേക്ക് പോയിക്കോ. വേറൊരു കല്യാണം കഴിക്കുന്ന കാര്യമാണെങ്കിൽ അത് നടക്കില്ല. അത് ഗീതയുടെ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞാലും നടക്കില്ല. ഞാൻ പോകുന്നു. പാവ എന്റെ മോൻ, ഇത്ര ചെറുപ്പത്തിൽ അവനിങ്ങനെ വിധവയായി പോയല്ലോ. സരസ്വതി. ആ, ലക്ഷ്മി അമ്മ ഇത്ര പെട്ടെന്ന് വന്നോ? മാധവൻ ഇപ്പൊ അങ്ങോട്ട് കടയിൽ പോയതേ ഉള്ളൂ. സരസ്വതി എന്തിനാ എന്നെ വിളിപ്പിച്ചേ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്താണെന്ന് ഓർത്ത് ഞാൻ പേടിച്ചു വന്നതാ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഗീത നമ്മളെ വിട്ടുപോയിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ ഇവരിപ്പോഴും ഇവിടെ ഒറ്റക്കല്ലേ. എനിക്ക് എന്തായാലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഗീതയുടെ അമ്മക്ക് പറ്റുമോ? അതെന്താ ചോദ്യമാ? സരസ്വതിക്ക് അറിയാലോ, ഗീതയുടെ അച്ഛൻ തളർന്ന ഒരേ കിടപ്പ. ആ കിടപ്പിലായ ആളെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കും? പിന്നെ അച്ഛനെ വിളിച്ച് ഇവിടെ നിന്നാൽ അത് മാധവന് ബുദ്ധിമുട്ടാകും. ദിവസം 2 തവണയെങ്കിലും ആശുപത്രി പോകേണ്ട അവസ്ഥയാ. അതെനിക്കറിയാം, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഗീതയുടെ അമ്മയുടെ സഹായം വേണം. എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? സരസ്വതി അമ്മ പറ. എന്റെ മൂത്ത ആങ്ങളുടെ മോളില്ലേ രശ്മി, അവള് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് നിൽക്കുക. ഒരു ചെറിയ കൊച്ചുണ്ട്. ലക്ഷ്മി അമ്മക്ക് അറിയാലോ, ഞാൻ എന്റെ ആങ്ങളെനോട് സംസാരിച്ചു. അവർക്ക് സമ്മതമാ മാധവനെ കൊണ്ട് രശ്മിനെ കല്യാണം കഴിപ്പിക്കാൻ. പക്ഷെ മാധവൻ സമ്മതിക്കുന്നില്ല. ലക്ഷ്മി അമ്മ ഒന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അയ്യോ, രശ്മിയോ? അതെ, രശ്മി. അവളാകുമ്പോ എന്റെ ആങ്ങളയുടെ മോളല്ലേ, അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവൾക്ക് പണ്ട് മാധവൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ആങ്ങളേനോടുള്ള വഴക്കിന് ഞാൻ അവളെ കെട്ടിച്ചു കൊടുത്തില്ല. ഇപ്പൊ സാരയില്ല, ഒരു കുഞ്ഞി കൊച്ചുള്ളത് കൊണ്ട് ഇവിടെയുള്ള കുട്ടികളെ അവള് സ്വന്തം പോലെ കണ്ടോളും. ഒന്ന് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞ മാധവൻ കേക്കോ? അതും ഇവിടുത്തെ 4 പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടുവോ? പിള്ളേരൊക്കെ ഇഷ്ടപ്പെട്ടോളും. ലക്ഷ്മിയമ്മ ഒന്ന് സമ്മതിപ്പിച്ചാൽ മാത്രം മതി. അവര് സ്കൂളിൽ നിന്ന് വരട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. ശരി, ഞാനൊന്ന് കിടക്കട്ടെ. ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ. ഓ, ഗീതക്ക് പകരം രശ്മി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ ഇതറിയുമ്പോൾ എന്ത് സങ്കടമായിരിക്കും. മക്കളെ. അമ്മാമ്മ എപ്പോ വന്നോ? ഞാൻ എന്റെ മക്കളെ കാണാൻ വേണ്ടി വന്നതാ. നിങ്ങൾ 4 പേരും ഇങ്ങനെ യൂണിഫോമിലൊക്കെ ഇട്ട് വരുമ്പോ നല്ല ചേലുണ്ട് കാണാൻ. ഞങ്ങളുടെ അമ്മേനെ കൊണ്ടുവന്നോ? കുണിക്കുമോളെ, ഒരുപാട് തവണ കുണിക്കനെയും കുടുക്കനെയും ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവര് മനസ്സിലായെന്ന് പറയും. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അവര് വീണ്ടും ചോദിക്കും, അമ്മാമ്മേ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവരുടെ ചോദ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരുക. പോട്ടെ മക്കളെ, വിഷമിക്കണ്ട. എല്ലാവർക്കും എല്ലാം മനസ്സിലാകും. നിങ്ങൾ വിഷമിക്കാതെ അകത്തേക്ക് വാ. മുത്തശ്ശൻ എങ്ങനെയുണ്ട് അമ്മാമ്മേ? നടക്കാൻ തീരെ വയ്യ, എപ്പോഴും കിടപ്പ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടി വന്ന് നിന്നേനെ. എന്ത് ചെയ്യാനാ? മുത്തശ്ശന് ഭേദമാകട്ടെ, അമ്മാമ്മ ഇവിടെ വന്ന് നിൽക്കാട്ടോ. ആഹാ, മക്കള് പഠിക്കാൻ പോയി വന്നോ? അച്ഛമ്മയും വന്നിട്ടുണ്ടോ? നിങ്ങൾ വേഗം ഫ്രഷ് ആയി വാ. ഞങ്ങളെ നല്ല ചായയും പരിപ്പോടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വയറ് നിറച്ചത് കഴിക്കേ. അത് കഴിഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യം പറയാനാ അമ്മാമ്മ അച്ഛാമ്മ ഒപ്പം വന്നത്. അതെന്ത് കാര്യ? അതൊക്കെ വഴിയെ പറയാം മക്കളെ. നിങ്ങൾ വേഗം പോയി റെഡി ആയിട്ട് വാ. കണ്ണു തുറക്കൂ. നീ കണ്ണു തുറക്കാൻ ശ്രമിക്കൂ. നിന്റെ പേരെന്താ? കണ്ണു തുറക്കൂ. വല്യമ്മ, ഈ സ്ത്രീയുടെ കാര്യം എന്തായി? ജീവൻ ബാക്കിയുണ്ട്, എന്നാലും വലിയ പുരോഗമനം ഇല്ല. മരുന്നുകളോട് അങ്ങനെ പൂർണ്ണമായി പ്രതികരിക്കുന്നില്ല. ട്രെയിൻ അപകടം നടന്നവിടെ ഞാൻ അന്വേഷിച്ചു. അതിൽ ഒരു സ്ത്രീയെയും കാണാതായിട്ടില്ല. അപ്പൊ പിന്നെ ഇവരാരായിരിക്കും?
അറിയില്ല, ഉണരുമ്പോൾ ഇവളോട് തന്നെ ചോദിക്കാം. ചിലപ്പോൾ ഇവളാണെന്ന് കരുതി ഇവളുടെ വീട്ടുകാർ വേറെ ആരുടെയെങ്കിലും ബോഡി കൊണ്ടുപോയിട്ടുണ്ടാകാം. അതാകാനാ സാധ്യത. അല്ലെങ്കിൽ ഇതിനകം ആരെങ്കിലും അന്വേഷിച്ച് വരില്ലേ? ഇനി ഇവൾ അനാഥയാണോന്ന് നമുക്കറിയില്ലല്ലോ. കണ്ടില്ലേ, ഈ ഒരു നിരക്കം മാത്രമേ വരുന്നുള്ളൂ, കണ്ണു പോലും തുറക്കുന്നില്ല. ഇനി നമുക്ക് വൈകിക്കണ്ട, പോലീസിൽ അറിയിച്ചാലോ? മണ്ടത്തരം പറയാതെ വിഡ്ഢി, എൻ്റെ മരുന്നിലൂടെ ഞാനിവളെ ഉണർത്തും, എന്നിട്ടേ പോലീസിൽ അറിയിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നാളും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മ രണ്ടും അകത്താകും. ഇവളെ ഞാൻ രക്ഷിച്ചെടുക്കും. എൻ്റെ മരുന്നിലൂടെയാണ് ഇവളെ രക്ഷിച്ചതെന്ന് ലോകത്തോട് ഇവള് തന്നെ പറയണം. അങ്ങനെ എന്നെ കാണാൻ ഒത്തിരി ആളുകൾ വരും. അതാണ് എൻ്റെ ആഗ്രഹം. അതിന് ദൈവമായി തന്നതാ ഇവളെ. ഇതിപ്പോ കുറെ നാളായില്ലേ വെള്ളിയമ്മ, അതുകൊണ്ട് പറഞ്ഞതാ. ഇന്നീ സ്ത്രീ ഇങ്ങനെ കിടന്ന് ചത്തുപോകുമെന്നാ പേടി. ചത്തുപോയെങ്കിൽ പോട്ടെ, എനിക്കെന്താ. മക്കളെ, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നത് നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ അച്ഛാമ്മേ? എന്റെ ആങ്ങളുടെ മോളില്ലേ രശ്മി, അവളുടെ കൊച്ചിനെയും പൊന്നീനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുക. അവര് കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ, നിങ്ങളും ഒന്ന് നോക്കാൻ. രശ്മി ആന്റിയോ? ആന്റി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അച്ഛന്റെ കല്യാണത്തെ പറ്റിയാണോ അച്ഛാമ്മ പറയുന്നത്? കല്യാണം ഉടനെ വേണ്ട. നിങ്ങൾക്കറിയാലോ, രശ്മി അവളുടെ മോള് പൊന്നിക്കും ആരുമില്ല. അവരുടെ അച്ഛൻ അവർ ഉപേക്ഷിച്ച് പോയതല്ലേ. അവള് കൊച്ചിനെയും കൊണ്ടുവന്ന് ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഒരു കൂട്ടാവും, നിങ്ങൾക്കൊരു കൂട്ടാകും. പിന്നെ കല്യാണമൊന്നും ഇപ്പൊ വേണ്ട. ആദ്യം അവരൊന്ന് ഇണങ്ങട്ടെ, എന്നിട്ട് പിന്നെ മതി. അച്ഛാമ്മ എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും വേണ്ട. എന്ത് വേണ്ടെന്ന്? നീയൊക്കെ വളർന്ന് വലുതായി വേറെ കല്യാണം കഴിച്ചു പോകും. എന്റെ മോൻ ഒറ്റക്കാകും. അവൻ ചെറുപ്പാ. വേണം. രശ്മിനെ മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുക. അവരിവിടെ നിൽക്കട്ടെ. നിങ്ങൾ നിന്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം, കേട്ടല്ലോ? അമ്മാമ്മ ഇത് കേട്ടോ? അമ്മാമ്മ ഇതിന് സമ്മതിച്ചോ? സമ്മതിച്ചല്ലോ. നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് നിന്റെ അമ്മാമ്മ ഇവിടെ വന്നത്. ഇനി നീ പ്രത്യേകം ചോദിക്കണ്ട. ഈ കുണുക്കിയും കുണുക്കനൊക്കെ എന്ത് ചെറുതാ. അവരെയൊക്കെ ആര് നോക്കുമെന്നാ? അവളാകുമ്പോ രശ്മി ആകുമ്പോ നോക്കിക്കോളും. എന്തെങ്കിലും ഒന്ന് പറ അമ്മാമ്മേ, പ്ലീസ്. നിങ്ങൾ എല്ലാവരും സരസ്വതി പറയണ പോലെ അനുസരിക്കും മക്കളെ. എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ പോകുക. അമ്മാമ്മേ. എടി നീതോ നിറ്റേ, നീയൊക്കെ വലുതല്ലേ. നിനക്ക് കുറച്ച് പക്വതയോടെ പെരുമാറിക്കൂടെ? നീ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്ക്. രശ്മി നാളെ തന്നെ ഇങ്ങോട്ട് വരും. അവളുടെ മോള് പൊന്നിയും ഉണ്ടാകും. നിങ്ങൾ യാതൊരു വിധ പോരും അവരോട് കാണിക്കരുത്. മാധവനെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിക്കണം. അവളിവിടെ 1-2 ആഴ്ച നിൽക്കട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ. കല്യാണം ആരുടെ? നമ്മൾ എന്ത് ചെയ്യൂടി നീതു മോളെ? എനിക്ക് എൻ്റെ ഗീതാമ്മനെ തന്നെ മതി നിശ്ചയിച്ചേ. എടാ മാധവ, നീ ഇന്നൊരു ദിവസം കടയിൽ പോകണ്ട. അതെന്താ ഇന്ന് പ്രത്യേകിച്ച്? എടാ, ഇന്ന് രശ്മിയും പൊന്നി ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം നടക്കില്ല. അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എടാ, ഞാൻ പറയണ ഒന്ന് കേക്ക്. എന്റെ ആഗ്രഹം ഒന്നും നീ നടത്തണ്ട. അവളും കൊച്ചും വന്ന് 2 ആഴ്ച ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അവളെന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നേ? എടാ, നിന്റെ 4 മക്കൾക്ക് നല്ല സങ്കടമുണ്ട്. അവൾ ഇവിടെ വന്ന് അവളുടെ കുഞ്ഞുണ്ടല്ലോ, കളിയും ചിരിയൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടാവുമ്പോ ഞാൻ രശ്മിനെ കെട്ടണോ? അത് നടക്കില്ല. ഇവനോട് പറഞ്ഞാൽ മനസ്സിലാകൂലല്ലോ ദൈവമേ. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്തായാലും രശ്മി കുഞ്ഞു എന്ന് വരും. അവളെ ഇറക്കി വിടാൻ പറ്റില്ല. അവളെ നീ ഇറക്കി വിട്ടാൽ കൂടെ ഞാനും കൂടി പോകും. പിന്നെ നീ എന്നെ അന്വേഷിക്കരുത്. അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ രശ്മിനെ ഞാൻ കല്യാണം കഴിക്കില്ല. എടാ മാധവ, ഞാൻ ഇനി രശ്മിനോട് എന്താ പറയാ? എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ. 2 ആഴ്ച അവളെ ഇവിടെ നിർത്തി കുട്ടികളെയൊക്കെ കയ്യിലെടുപ്പിക്കണം. കുട്ടികൾ ഇണങ്ങിയാൽ പിന്നെ ഇവൻ ഈസി ആയിട്ട് ഇണങ്ങിക്കോളും. ഗീത പോയി, എന്ത് ചെയ്യാനാ? എന്നും കരുതി എൻ്റെ മോനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? രശ്മിയും കൊച്ചും വരട്ടെ.